കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ യാത്രയിൽ സുരക്ഷാ വീഴ്ച. അന്തിക്കാട്ടേക്കുള്ള യാത്രയിൽ പോലീസ് വാഹനത്തിന് വഴിതെറ്റി. 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത ശേഷമാണ് വഴിതെറ്റിയ വിവരം അറിയുന്നത്. പോലീസ് വാഹനം കൃത്യതയില്ലാതെ ഓടിയതായും വിമർശനമുയരുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവിച്ചിരിക്കുകയാണ്. സാനു, എന്താണ് സംഭവിച്ചത്? KP അല്പസമയം മുമ്പാണ് സുരേഷ് ഗോപി അന്തിക്കാടുള്ള കല്ലിട വഴിയിലെ വെള്ളക്കെട്ട് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി എത്തി. ഇതിനു വേണ്ടിയിട്ട് അകമ്പടി സേവിച്ച് വന്ന പോലീസ് വാഹനത്തിനാണ് വഴിതെറ്റിയിട്ടുള്ളത്. അതായത് 2 പോലീസ് വാഹനങ്ങളായിരുന്നു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയത്. എന്തായാലും ഈ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഈ പ്രദേശത്ത് ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പോലീസ് സംഘം എത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷന്റെയും ഒപ്പം തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള വാഹനങ്ങളാണ് ഈ കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കി ഈ കല്ലിട വഴിയിലേക്ക് എത്തിയത്. എന്തായാലും 3 മണിക്ക് വന്ന് സ്ഥലം വിസിറ്റ് ചെയ്ത് പോയ അല്ലെ എവിടേക്കാണ് കേന്ദ്രമന്ത്രിനെ കൊണ്ടുവരേണ്ടതെന്നത് കണ്ട് മനസ്സിലാക്കി പോയ പോലീസ് സംഘത്തിനാണ് വഴിതെറ്റിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 കിലോമീറ്ററിലധികം കേന്ദ്രമന്ത്രിയുമായിട്ട് ഈ വാഹന വ്യൂഹം വഴിതെറ്റി ഓടി. അതിനുശേഷം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവരാണ് ഈ വഴിതെറ്റി വിവരം മനസ്സിലാക്കിയതെന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു വഴിയിലൂടെ ഇടവഴിയിലൂടെ കേന്ദ്രമന്ത്രിയായി പോയെങ്കിലും ആ വാഹനത്തിന് അതിലെ കടന്നു വരാൻ, ഈ അന്തിക്കാടുള്ള കല്ലിട വഴിയിലേക്ക് കടന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അവിടുന്ന് പിന്നീട് മറ്റൊരു വഴി കൂടെ കയറിയാണ് ഈ കേന്ദ്രമന്ത്രിക്ക് എവിടെയാണോ എത്തേണ്ട ആ പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വളരെയധികം സമയം വൈകിയാണ് കേന്ദ്രമന്ത്രിക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പുതുക്കാട് പോലീസിന്റെയും ഒപ്പം തന്നെ അന്തിക്കാട് പോലീസിന്റെയും വാഹനങ്ങളാണ് കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കി ഈ കല്ലിട വഴിയിലേക്ക് വന്നത്. ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ചില ആശങ്ക BJP നേതാക്കളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് മുൻകൂട്ടി വന്ന് നിശ്ചയിച്ച പരിപാടിയാണ്, ഷെഡ്യൂളൊക്കെ മുൻകൂട്ടി നൽകിയതാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ പോലീസിന്റെ പരിശോധനയൊക്കെ നടത്തി, സ്ഥല വിസിറ്റൊക്കെ നടത്തി പോയ പോലീസ് സംഘത്തിന് എങ്ങനെയാണ് വഴിതെറ്റിയത് എന്നുള്ളതിനെ കുറിച്ചും അതേപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സംഘവും ഇവിടെ വന്നിരുന്നു. ഇത്തരത്തിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.